പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹനാഥനായ ഈശോയെ, ഈ 3 മണി സമയം അങ്ങയോടൊപ്പമായിരിക്കുവാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുവാനും നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു. ഒരു വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഈ 3 മണി സമയം എൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നീ ഞങ്ങളോട് കാണിച്ച അനന്തമായ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് അങ്ങയോടൊപ്പമായിരിക്കുമ്പോൾ അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും കൃപയും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ മണിക്കൂറിൽ അങ്ങയോടൊപ്പമായിരുന്നു കൊണ്ട് നിന്റെ കൃപയ്ക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്റെ കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഭക്തിയോടെ വിശുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ നാഥനോടൊപ്പമായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയം പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എപ്രകാരമുള്ള ഒരു ജീവിതമാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം എന്ന് പറയുന്നത് കൃപയുടെ ജീവിതമാണ്, കൃപയിലുള്ള ജീവിതമാണ്. പഴയ നിയമത്തിൽ ഓരോ വ്യക്തികളും അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരായി തീർന്നത് അവരുടെ വലിയ പരിശ്രമം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ ഒരു വലിയ തീക്ഷ്ണത കൊണ്ടൊക്കെയാണ്. നിയമങ്ങൾക്ക് കൃത്യമായി പാലിച്ച് കർത്താവിൻ്റെ ആ ഒരു കൽപ്പനകളും ചട്ടങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് അവർ ജീവിച്ചിരുന്നു. പ്രകാരമാണ് ഔസേപ്പ് പിതാവ് കർത്താവിൻ്റെ മുമ്പിൽ നീതിമാനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരിയേറെ അബ്രാഹം അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരായി ജീവിച്ചത് അവരുടെ ഒരു വലിയ പരിശ്രമവും തീരുമാനവും അധ്വാനവും ഒക്കെ അതിൻ്റെ പരിണിത ഫലമായിട്ടാണ്. അതേസമയത്ത് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ മുഴുവനും കൃപയുടെ ജീവിതമാണ്. അതായത് ദൈവം ദാനമായിട്ട് നൽകിയ ആ വലിയ കൃപയിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് ലേഖനത്തിൽ പറയുന്നത്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതായത് ദൈവം നമ്മളോട് കാണിച്ച വലിയ കരുണയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കരുണയിൽ ആശ്രയിച്ചുകൊണ്ടുള്ള ജീവിതമാണ്, കൃപയുടെ ജീവിതമാണ്. പ്രകാരമാണെങ്കിൽ പൗലോസ്ലീഹ കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനം പറയുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അതുകൊണ്ട് എനിക്ക് അഹങ്കരിക്കാനോ അല്ലെങ്കിൽ എനിക്ക് മേന്മ ഭാവിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണെന്ന് പറഞ്ഞ് ആളുകളിക്കാനായിട്ടുള്ള ഒരു അവകാശവും എനിക്കില്ല. കാരണം എനിക്ക് ലഭിച്ചത് മുഴുവനും കർത്താവിൻ്റെ കൃപയാണ്. എന്താണ് ഈ കൃപ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ചിന്താഗതിയല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു കൃപ, കൃപയിലുള്ള ജീവിതം, കൃപ എന്താണ് എന്ന് കൃത്യമായിട്ടും വചനം പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി
നമ്മുടെ ഇടയിൽ വസിച്ചു. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം. 3 കാര്യങ്ങളാണ് നമുക്ക് ഈശോ മിശിഹായിലൂടെ ലഭിച്ചത്. അതായത് വചനം മാംസമായി ഭൂമിയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ അത് ഈശോ മിശിഹായെ സൂചിപ്പിക്കാൻ. ഈശോ മിശിഹ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് മനുഷ്യനായി അവതരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച കാര്യങ്ങൾ എന്താണ്? 1, കൃപ. നമുക്ക് ഈശോയിലൂടെ ലഭിച്ച ഒന്നാമത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നമുക്ക് ലഭിച്ചു എന്നുള്ളത്. രണ്ടാമത് നമുക്ക് ലഭിച്ച കാര്യമാണ് അവൻ്റെ സത്യം. അതായത് ആ ഒരു വലിയ പ്രപഞ്ച സത്യം, ദൈവമാകുന്ന യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരുന്ന ആ ഒരു വലിയ സത്യം. വീണ്ടും നമ്മൾ കാണുന്നത് പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ ഒരു വലിയ മഹത്വം, ദൈവിക മഹത്വം. 3 കാര്യങ്ങൾ നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചു. അപ്പോൾ ഈശോ കൃപ ലഭിച്ചു എന്ന് പറയുമ്പോൾ ഈശോയെ ലഭിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അപ്രകാരമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം, ഈ കൃപയിലുള്ള ഈ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഈശോയെ സ്വന്തമാക്കി ഈശോയുടെ കൂടെയുള്ള നമ്മുടെ ജീവിതമാണ് കൃപയുടെ ജീവിതം. അതായത് ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതായത് ഈശോ എന്ന ആ ഒരു വലിയ വ്യക്തിയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് പോകുക. നമുക്കറിയാം, നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി തീരുമാനങ്ങൾ എടുക്കും. ഓരോ പ്രാവശ്യം നമ്മളെടുക്കും കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ ജീവിക്കണം, പാപത്തിൻ്റെ മേഖലകളൊക്കെ ഉപേക്ഷിക്കണം, വീട് നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കും. പ്രാർത്ഥിക്കുന്ന കാര്യം വരുമ്പോഴും നമ്മൾ തീരുമാനമെടുക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ ഈശോയുടെ കൂടെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനമൊക്കെ എടുക്കും. പക്ഷേ നമുക്ക് പലപ്പോഴും സംഭവിച്ചു പോകുന്ന കാര്യം, നമ്മുടെ തീരുമാനങ്ങളൊക്കെ പലപ്പോഴും തെറ്റിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. എല്ലാ പ്രാവശ്യവും ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ നല്ല തീരുമാനങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നല്ല തീരുമാനങ്ങൾ എടുക്കും. ഈ വർഷം, കഴിഞ്ഞ വർഷം എങ്ങനെ പോയി, എന്നാൽ ഈ ഒരു വർഷം ഒരു പുതിയ കുറേ തീരുമാനങ്ങൾ എടുത്ത് അതിൽ ഉറച്ചു നിൽക്കും. ഈ തീരുമാനങ്ങളെക്കാൾ അപ്പുറത്താണ് നമ്മൾ കൃപയിലായിരിക്കുമ്പോൾ. പലപ്പോഴും നമ്മൾ പള്ളിയിൽ പോകുന്നതും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താകാതെ നമ്മൾ കൃപയുടെ അനുഭവത്തിലാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വളരെ, ഈ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ, പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമായിട്ട് മാറും. എന്നാണല്ലോ ഒത്തിരിയേറെ ആളുകൾ ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞാലും ഒത്തിരിയേറെ ചിന്തകൾ, പല വിചാരങ്ങൾ കൂടെ അവർക്ക് നേരിടാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒത്തിരിയേറെ പ്രയാസങ്ങൾ, പ്രാർത്ഥിക്കാനുള്ള മടുപ്പുണ്ട്, ക്ഷീണമുണ്ട്. ഇതൊക്കെ അവർക്ക് സംഭവിക്കും. കാരണം നമ്മൾ തീരുമാനമെടുത്തതിൻ്റെ പുറത്താകുമ്പോഴും ഒത്തിരിയേറെ കഷ്ടപ്പെട്ടുകൊണ്ടാണ്, ഒത്തിരിയേറെ ത്യാഗം സഹിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുക. അതേ സമയത്ത് കൃപയിൽ നിറഞ്ഞ ഒരു ജീവിതമാകുമ്പോൾ അതൊരു വളരെ ആയാസകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ആരും പുറകെ വന്ന് നമ്മളോട് പറയേണ്ട കാര്യമില്ല, നീ പ്രാർത്ഥിക്കുക, കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കുക, ഈശോടൊപ്പമായിരിക്കുക എന്നൊരിക്കലും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ കൃപയിൽ നിറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതും ദൈവത്തോടൊപ്പമായിരിക്കുന്നതും അത് വളരെ ഈസിയായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുക, പ്രയാസകരമല്ലാതെ നമ്മുടെ ജീവിതം മാറുകയാണ്. ആത്മീയ ജീവിതം എപ്പോഴും സന്തോഷമുള്ളതും ആനന്ദമുള്ളതുമായി തീരുന്നത് കൃപയിൽ നമ്മൾ നിറയുമ്പോഴാണ്. ഇപ്രകാരം നമുക്കറിയാം, ഈശോ മിശിഹായിലൂടെ ഈ ഒരു വലിയ കൃപ നമുക്ക് ലഭിച്ചു. ലഭിച്ച ഈ ഒരു കൃപ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഇതൊക്കെ അറിയാം, പക്ഷേ നമ്മുടെ കൃപയിൽ ജീവിക്കാൻ പറ്റുന്നില്ല. കൃപയിൽ ജീവിക്കാൻ പറ്റാതെ വരുന്നത് കാരണം അതിന് ദൈവത്തിൻ്റെ ഈ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് നമുക്കൊരു പാലം ആവശ്യം, അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ ആവശ്യമാണ്. ഈ ഒരു കൃപ മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യമാണ് വിശ്വാസം. വിശ്വാസം മൂലമാണ് ഈ കൃപ ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവേദ്യമാകുക. പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയൊക്കെ കൃത്യമായിട്ടും പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതായത് വിശ്വാസം അതുമൂലമാണ് കൃപ നമ്മളിൽ കൂടുതലായിട്ട് ശക്തമായിട്ട് ജ്വലിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ മാറും. പലപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രയാസം, ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തടസ്സമാണ് ഒത്തിരിയേറെ തീരുമാനങ്ങളെടുത്ത്, ഒത്തിരിയേറെ അധ്വാനിച്ച്, ഒത്തിരിയേറെ കഷ്ടപ്പെട്ട്, പക്ഷേ
അവിടെയൊക്കെ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നിടത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈശോയെ നിൻ്റെ കൃപയാൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. ഈ കൃപയിൽ നിറഞ്ഞുള്ള ഒരു ജീവിതം എൻ്റെ ജീവിതം അപ്രകാരമുള്ള ഒരു ജീവിതമായി എൻ്റെ ജീവിതം മാറ്റുവാനായിട്ട് എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്നത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കൃപ നിറഞ്ഞവളെ സ്വസ്തി. അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കൃപ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, കൃപ നിറഞ്ഞ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളും പ്രയാസങ്ങളെക്കാൾ ഉപരിയായിട്ട് ദൈവത്തോട് ചേർന്ന് നടക്കാനായിട്ട്, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിലും നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കർത്താവേ നിൻ്റെ കൃപയാൽ നിറഞ്ഞ് നിൻ്റെ കൃപയിൽ ജീവിക്കുന്നവരായി ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറണം. അപ്പോൾ അപ്രകാരം ദൈവത്തിൻ്റെ കൃപയിൽ നിറയുന്ന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൂദാശകളുടെ സ്വീകരണം വഴി കർത്താവിൻ്റെ ആ ഒരു വലിയ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ പൗലോസ്ലീഹായെ പോലെ നമുക്കും പറയാൻ പറ്റും, ഞാൻ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ അധ്വാനമോ എൻ്റെ പ്രയത്നമോ അല്ലെങ്കിൽ എൻ്റെ തീക്ഷ്ണതയോ അല്ല എൻ്റെ കഴിവോ ഒന്നുമല്ല, മറിച്ച് കർത്താവേ നിൻ്റെ കൃപയാണ്. പൗലോസ്ലീഹായെ പോലെ നമുക്ക് പറയാൻ പറ്റും, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വലിയ ബോധ്യം നമ്മളിൽ നിറഞ്ഞുകൊണ്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്ന സമയം നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടവരെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഏറ്റവും പ്രധാനമായി കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച് കൃപയിൽ ജീവിക്കുന്നവരായി മാറുവാൻ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ പിരിഞ്ഞുള്ള ജീവിതമല്ല, നിന്നോടൊപ്പമുള്ള ജീവിതം, നിന്നോട് ചേർന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ഞങ്ങളുടെ ജീവിതത്തെ നിൻ്റെ കരുണയാൽ സമ്പുഷ്ടമാക്കുവാനും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരെയും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. നമ്മുടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിനൊക്കെ പരിഹാരം കാണുവാൻ കഴിവുള്ളവനാണ് ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ കൂടെയുള്ളവൻ. ഒരു വലിയ ബോധ്യത്തോടെ കർത്താവിൻ്റെ ആ ഒരു വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കും. ഒത്തിരിയേറെ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ, വിവാഹ ജീവിതത്തിൽ മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ഒത്തിരിയേറെ കുടുംബങ്ങൾ, ഇതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട്, കർത്താവെ ഞങ്ങളതിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന, എന്നുമെന്നും അങ്ങേ